ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് അടിക്കാൻ കൂടി മറക്കരുത്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോന് 15 ലൈക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 15 ആണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഒരു മെഗ്ഗിനെ പിടിക്കണം, വലിയൊരു മെഗ്ഗിനെ പിടിക്കണം. അപ്പോൾ മെഗ്ഗ് കഴിക്കുന്ന നമ്മുടെ സ്പൈനോസോറസ് ഇല്ലേ, അപ്പോൾ അതിൻ്റെ കീബിളാണ് മെഗ്ഗ് കഴിക്കുന്നത്. ഞാനിപ്പോൾ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. ആൻഡ് ഗൈസ്, കമൻസിൽ ഒരുപാട് നമുക്ക് സപ്പോർട്ടായിട്ടും അതുപോലെ തന്നെ കുറേ ടിപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം കേവ് റൺ ചെയ്യാനും അതായിട്ട് ഒരു മെഗ് ഉണ്ട്. ഇത് എത്ര ലെവൽ നോക്കട്ടെ, ലെവൽ 30. അപ്പോൾ കേവ് റൺ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഇച്ചീനെ പിടിച്ചപ്പോൾ കിബിളിൻ്റെ കാര്യങ്ങൾ പറഞ്ഞെന്നും അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനിയും അതുപോലുള്ള കമൻറ്റുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ കേവ് റൺ ചെയ്ത് കേട്ടോ. കേവ് റണ്ണ് നമ്മൾ ലാവ കേവ് റൺ ചെയ്ത് തന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഞാനൊരു ബെഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ഫാസ്റ്റ് ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ഇംപ്ലാന്റ് കളക്ട് ചെയ്യാമെന്നുള്ളൂ. ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും നല്ലൊരു ഹൈ ലെവല് മെഗ്ഗിനെ കണ്ടുപിടിക്കട്ടെ. കുറച്ച് ടാസ്ക്കാണ്, ഇങ്ങനെ തപ്പി നടക്കുന്നത് കുറച്ച് പണിയാണ്. അപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ പോയി നിൽക്കണം. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ആ സിലിണ്ടർ ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഞാൻ നമ്മുടെ സ്ട്രോങ് കേവ് ഇല്ലേ, സ്ട്രോങ് ആർട്ടിഫാക്റ്റ് ഓഫ് സ്ട്രോങ് ആ തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. മറ്റേ ഐസിലൊരു കേവ് ഇല്ലേ, മറ്റേ യതിയൊക്കെ ഉള്ളത്, യതിയാണ് എറ്റിയാണ്. അപ്പോൾ ആ ഡയർ വുൾഫൊക്കെ ഉണ്ടായിരുന്ന ആ കേവില്ലേ, അപ്പോൾ അതിൽ നിന്നാണ് അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇതേപോലെ ഗ്യാസ് മാസ്ക് അല്ല, ഗ്യാസ് മാസ്ക്, സിലിണ്ടർ, സ്കൂബയുടെ ഫുള്ള് സെറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും ഈ സിലിണ്ടർ മാത്രം മതി. ഇവിടെ ഈ 2 സിലിണ്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് മാത്രം മതി. ഇവിടെ ഒരു മെഗ് ഉണ്ട്. ഇത് ലെവൽ എത്ര നോക്കട്ടെ. ഇത് 70. ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ, ഇത് എത്ര ലെവല്? ഇത് 40. ഒരെണ്ണം കൂടെ ഉണ്ട്. ഇതും കൂടെ നോക്കിയിട്ട് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യും. പിന്നെ ഹൈ ലെവല്. ഗൈസ്, 270 ലെവല്. എൻ്റെ മോനെ, ഇപ്രാവശ്യം നമുക്ക് വേഗം കിട്ടി കേട്ടോ. നോക്കട്ടെ, ഇതല്ലേ 270. ഓക്കെ, നമുക്ക് നമ്മുടെ ടൈമിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് അമ്പ് കൊള്ളു. അയ്യോ, ഇത് കൊണ്ടില്ലല്ല. കുറച്ചുകൂടെ അടുത്തോട്ട് പോയിട്ട് അമ്പ് വിടാം നമുക്ക്. ഓക്കെ, കൊണ്ടിട്ടുണ്ട്. 1. 5000 ഉണ്ട് കേട്ടോ എൻ്റെ ഹെൽത്ത്. ഇപ്പം എന്തായാലും നമുക്ക് നീന്തി പയ്യെ അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ റെഡ് ഒബ്ലിസ്ക് എവിടെയാണ്? അങ്ങോട്ടേക്ക് കൊണ്ടുവന്നി സാധനത്തിന്. ഓക്കെ, റെഡ് ഒബ്ലിസ്കിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകണം. ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. ഒരെണ്ണം കൂടെ കൊടുത്തേക്കാം നമുക്ക്. ഇതന്നെ തോന്നിട്ടാ, അത് തന്നെ ഒരെണ്ണം കൂടെ കൊടുക്കുക. ഇവരെല്ലാം നമ്മുടെ മറ്റേ ട്രൈക്കൊക്കെ വരൂലേ, കൂട്ടുമായിട്ടാണ് ഇവന്മാർ വരുന്നത്. അതാണ് ചെറിയൊരു ടാസ്ക്. നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്, ഈ ഒരു ഗ്യാപ്പിലോട്ട്. അവർ വന്നില്ല കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാക്കും നമ്മൾ? 40, 70, 270. ഇവനാണ് ആള്. 270 ലെവല്. എന്തായാലും വളരെ നല്ലൊരു കാര്യമാണത്. ഞാൻ വിചാരിച്ച് ഈ ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് ലെവല് കിട്ടും. ചില ദിനോസറിനെയൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പറയുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. എന്താണാവോ? പക്ഷെ ചില സമയത്താണെങ്കിൽ നമുക്ക് കിട്ടുകയുമില്ല. വെള്ളത്തിനടിയിലായതുകൊണ്ട് നമുക്ക് അമ്പ് മര്യാദ കൊള്ളുന്നില്ല. വേറെ ഭാഗത്തോട്ടൊക്കെയാണ് പോകുന്നത്. കുഴപ്പം, നമ്മുടെ കയ്യിൽ 200-ൻ്റെ അടുത്ത് ഉണ്ട്. നമുക്ക് ട്രാങ്കാരസ് 200-ൻ്റെ അടുത്ത് ട്രാങ്കാരസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വിഷയമില്ല. ഈ ഒരെണ്ണത്തിന് മാത്രമായിട്ട് കിട്ടണം എങ്ങനെയെങ്കിലും. ഇവൻ ഒരെണ്ണത്തിന് മാത്രമായിട്ട് ഇപ്പം 4 എണ്ണമായി പണ്ടോറം പിടിക്കാനായിട്ട്. ഓക്കെ, അതെന്ത് സാധനമാണത്? ഇതാ പോകുന്ന നോക്കിയ ഒരു തല നീണ്ടിട്ട്. ഗൈസ്, വെള്ളത്തിനടിയിൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതാ പോകുന്ന കണ്ടോറണം. ഗൈസ്, ഞാനപ്പോൾ എന്തായാലും ഇതിനൊന്ന് നോക്കിയിട്ട് കാണിച്ചാൽ. ഇത് നല്ല പണിയാണ് ഈ സാധനത്തിന് നോക്കാനായിട്ട്. വെള്ളത്തിലായതുകൊണ്ട് ഇങ്ങനെ പോയി നോക്ക് ചെയ്ത് വീണ്ടും പോയി. ഇതന്നെയല്ലേ 270? ഓക്കെ, ഇവൻ തന്നെ പുറകെ വരട്ടെ. ഇവൻ ഒറ്റയായിട്ട് കിട്ടണം നമുക്ക് എങ്ങനെയെങ്കിലും. ഒറ്റയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും ഇതിനൊന്ന് നോക്ക് ചെയ്തിട്ട് വരാം. കാരണം നേരത്തെ പറഞ്ഞാലേ നല്ല ടൈം എടുക്കും. ഇതുപോലെ പുറകിൽ പോയി അതിന് അമ്പ് വിട്ട് വീണ്ടും നമുക്ക് ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്ന ഒരു പരിപാടിയല്ല നമ്മൾ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഫൈനൽ നോക്ക് ചെയ്തുള്ള അവസാനത്തെ സ്റ്റേജിലോട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഉണ്ടല്ലോ നമ്മുടെ ഡെയർ വുൾഫിനെ റീകോൾ ചെയ്തിട്ട് എല്ലാത്തിനെയും തീർത്ത്. കണ്ടില്ല, ഇപ്പോൾ ഒരു ഒറ്റ മെഗ് പോലും ഇല്ല. എന്തോ 10 ഒരു മെഗ്ഗെങ്കിലും കാണും നമ്മൾ വന്ന സമയത്ത്. ഇപ്പോൾ നോക്കി ഒരൊറ്റ എണ്ണം പോലും ഇല്ല. ഞാനപ്പോൾ എല്ലാത്തിനെയും തീർത്തിട്ടുണ്ട്. നമ്മുടെ ഡെയർ വുൾഫ് അങ്ങനെ കുറച്ച് ലെവലപ്പം കിട്ടി. എന്തായാലും ഇനിയിപ്പോൾ കണ്ട കുറേ പെട്ടി കിടക്കുന്നുണ്ടോ അവിടെ.
എല്ലാ മെഗിനെയും നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മെഗിന് നമ്മൾ ടൈമാക്കണം. നമ്മുടെ 270 ലെവൽ മെഗ്. ഇപ്പോൾ ഇതിന് ടൈമാക്കാനാണ്. ഇനിയിപ്പോൾ എന്തോരം ടൈം എടുക്കുമെന്ന് അറിയാൻ പാടില്ല. ഞാനപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റെക്കോർഡർ പിന്നെ ഞാൻ ഓണാക്കിയത്. ഇനിയിപ്പോൾ ടൈമിങ്ങിൻ്റെ അവസാനത്തെ സെക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ മിക്കവാറും ഇപ്പോൾ തന്നെ നോക്കാം. എന്തായാലും നോക്കായി കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ മെഗ് അങ്ങനെ നോക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്പൈനോൻ്റെ എഗ് കിബിൾ എടുക്കണം. സ്പൈനോസോറസിൻ്റെ കിബിളാണ് നമ്മുടെ മെഗ് കഴിക്കുന്നത്, നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ കിബിൾ എടുക്കണം. ഹെൽത്ത് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ മെഗിനെ അങ്ങനെ നോക്കാക്കി. അത്യാവശ്യം നല്ല ടാസ്ക് ആയിരുന്നു. സ്പൈനോൻ്റെ കിബിൾ അതാ സ്പൈനോൻ്റെ കിബിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വെള്ളത്തിലടി പോവുക, കിബിൾ കൊടുക്കുക. മിക്കവാറും ഈ 3 കിബിളിൽ തന്നെ ടൈം ആവണം. കാരണം 270 ലെവലായത് കൊണ്ട് എനിക്ക് കണ്ടില്ലേ 180 മെഗ്. ഇതെത്രയാണ് ലെവൽ? ഇത് 120. കുറേ മെഗിന് നമ്മൾ തീർത്ത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ സൂതിങ് ബോംബ് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, സൂതിങ് ബോംബ് ഇട്ട് കൊടുത്തു. ഇനി സ്പൈനോൻ്റെ കിബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 135+ ലെവൽ കിട്ടും. എന്തായാലും അതവിടെ കിടന്ന് ടൈം ആവട്ടെ. ഞാൻ എന്തായാലും ടൈം ആയതിനു ശേഷം വരാം. ഗൈസ്, അങ്ങനെ നമ്മുടെ മെഗ് ഫസ്റ്റ് കിബിൾ എടുക്കാറായി. ഒരു ഒറ്റ കിബിളിനകത്ത് നമ്മളാകെ 3 കിബിൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരൊറ്റ കിബിളിനകത്ത് എന്തോരം കയറും നോക്കാം നമുക്ക്. ഓക്കെ, 69.0%. 69% ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കിബിളിൽ എന്തായാലും നമ്മുടെ മെഗ് ടൈം ആവും. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് മെഗിൻ്റെ സാഡിലൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് വന്നാലാ? അതെല്ലാം നമ്മുടെ ഇവിടെയാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ വേണ്ട, സാഡിലൊന്നും ക്രാഫ്റ്റ് ചെയ്യണ്ട. കാരണം നമുക്ക് നമ്മുടെ മെഗിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി സാലഡ് എടുക്കാം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പണിയാണ്. ഗൈസ്, അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ മെഗ് ടൈമാൻ പോവുകയാണ്. കുറച്ചുകൂടെ മതി. കുറച്ചുകൂടെ അത് കയറി കഴിഞ്ഞാൽ നമ്മുടെ മെഗ് അങ്ങനെ ടൈമാവും. ഇനിയിപ്പോൾ നമ്മൾ നേരെ ബേസിലോട്ട് പോകും. ബേസിൽ പോയിട്ട് മെഗിനോട് റീകോൾ ചെയ്യും, സാഡിലിടും. എന്നിട്ട് നമുക്ക് അതിന് റൈഡും പിന്നെ അറ്റാക്ക് എബിലിറ്റീസും കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. യെസ്, 404 ലെവൽ കിട്ടി മെഗ്. 7200 ഹെൽത്ത്. ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ബേസിലോട്ട് പോട്ടെ. മെഗ് എന്തായാലും നമ്മൾ ഫോളോ ചെയ്ത് വരും. എന്നിട്ട് നമുക്ക് മെഗിന് ഇവിടെ സ്റ്റോപ്പുകൾ കൊടുത്തിട്ട് ഇവിടെ നിർത്താം. നമ്മുടെ ഡെയർവുൾഫ് അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, മെഗിനെയൊക്കെ ഇവിടെ നിർത്താം. വെയിറ്റാക്കി ഞാൻ എല്ലാത്തിനും ഒന്ന് സ്റ്റോപ്പുകൾ കൊടുക്കട്ടെ. പാസീവ് സ്റ്റോപ്പ്. പാസീവ് വേണ്ട, ന്യൂട്രലാക്കി ഇടാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ പണിയാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഷെഫ് സ്റ്റേഷൻ എടുക്കാം. നേരെ ബേസിലോട്ട് പോയിട്ട് ഒരു മെഗിൻ്റെ സാലഡ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും മെഗിൻ്റെ ഇവിടെ നിന്ന് ചാടിക്കാൻ അപ്പുറത്തൊന്ന് നോക്കാം കേട്ടോ. ഡെയർവുൾഫിൻ്റെ നോക്കട്ടെ. ഞാനൊന്ന് ഇവിടെ നിന്ന് ചാടട്ടെ. സ്പീഡ് കുറഞ്ഞ ഡെയർവുൾഫിൻ്റെ സ്പീഡ് കുറഞ്ഞ പോലെ തോന്നുന്നു. അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നാണല്ലോ. ഇപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഞാനപ്പോൾ എന്തായാലും ഒന്ന് ബേസിലോട്ട് പോയിട്ട് സാലഡൊക്കെ ഉണ്ടാക്കട്ടെ. ഗൈസ്, അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ സബ് ചെയ്യാനും മറക്കരുത്. 15 ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും ഷടപടയെന്ന് ലൈക്ക് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമ്മൾ മെഗിനെ റീകോൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാലഡ് ഇട്ട് കൊടുക്കാം. എക്യുപ്പ് ലെവൽ 404. ഇനിയിപ്പോൾ നമുക്ക് റൈഡും കാര്യങ്ങളൊക്കെ നോക്കാം. ഞാനെന്ത് ചെറുതാണല്ലേ മെഗിനകത്ത്. ഇങ്ങനെ കിടക്കുന്നതാ. കൊള്ളാം. ഒരു ഡോൾഫിൻ വന്നിട്ടുണ്ട്. ഇനി ഒരു കടി കൊടുത്ത് നോക്കാം. തിരിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഈ സാധനത്തിന്. കഴിഞ്ഞ് ഡോൾഫിനൊക്കെ തീർന്ന്. ഗൈസ്, അപ്പോൾ നമുക്കിനകത്ത് സെക്കൻഡറി അറ്റാക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ അറ്റാക്ക് മാത്രം. പിന്നെ വെള്ളത്തിൽ അത്യാവശ്യം ഇതിന് വെപ്പണൊക്കെ എടുക്കാൻ പറ്റുമോ? ഇതിനകത്തൊന്നും ഗൈസിനകത്ത് മാപ്പ് പോലും എടുക്കാൻ പറ്റൂല. ആകെ ജസ്റ്റ് റൈഡ് ചെയ്യുക, അങ്ങനത്തെ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. മാപ്പ് പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല മെഗിനകത്ത്. അതാണ് വേറൊരു പ്രശ്നം. എന്തായാലും നല്ലൊരു ഡൈനോനെ ഞാൻ നോക്കട്ടെ. നീടേറിയ വേണ്ട. ഇതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാലേ ചിലപ്പോൾ അത് കടിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് കിക്കായി പോകും. അതാണ് വേറെ പ്രശ്നം. ഇവിടെ ഒരു 70 ലെവൽ മെഗ് ഇരിപ്പുണ്ട്. ഇത് തന്നെ ഒരു കടി കൊടുത്ത് നോക്കാം. മെഗ് വേഴ്സസ് മെഗ്. നമ്മുടെ മെഗ് പിന്നെ കൂടിയ സാധനം കൊണ്ട് കുഴപ്പമില്ല. ഇപ്പം തന്നെ തീരുവി മെഗ്. കണ്ടില്ല, കഴിഞ്ഞ്. ഇതെന്ത് സാധനമാണിത് ഗൈസ്? വെള്ളത്തിൻ്റെ ഇടയിൽ ഒരുപാട് ജീവികളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഡോൾഫിനെ കണ്ട്, പിന്നെ മെഗിനെ കണ്ട്. അതെന്താ ഈ സാധനത്തിന് നോക്കിയേ, തലയിലൊരു കൊമ്പുള്ള പോലത്തെ ഒരു ജീവി. എന്ത് സാധനമാണിത്? ആംഗിലർ എന്ത് സാധനമാണാവോ? എന്തൊരു ജീവിയുണ്ട്. എന്താ സാധനം എന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, നമുക്കങ്ങനെ ഒരു ലെവലപ്പ് വന്നിട്ടുണ്ട്. മില്ലി ഡാമേജ് കൂട്ടാം നമുക്കല്ലേ. മില്ലി ഡാമേജ് കൂട്ടിയിട്ടുണ്ട്. 600 നമ്മുടെ മെഗിന് മില്ലി ഡാമേജ്. പിന്നെ ആനിമേഷൻ ഒന്നും ഇല്ല കേട്ടോ. ലെവലപ്പ് ചെയ്യുമ്പോൾ ആനിമേഷനും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒരു നോർമൽ ലെവലപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ലെവലപ്പ് ആവുന്നു. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ദിനോസർ വന്നോട്ടെ. അതെന്തായാലും കൊള്ളാമല്ല സാധനം. തലയിലൊരു പൊട്ടുള്ള പോലത്തെ ഒരു സാധനം കണ്ട, ഒരു വെള്ള ലൈറ്റ് പോലത്തെ ഒരു സാധനം. എന്ത് ജീവിയാണ്? അതിൻ്റെ ഉപകാരം എന്താണാവോ?
പക്ഷെ അത് കുഞ്ഞിതല്ലേ, നമുക്ക് അതിൻ്റെ മേത്ത് കേട്ട് റൈഡൊക്കെ ചെയ്യാൻ പറ്റുമോ? റൈഡൊന്നും ചെയ്യാൻ പറ്റില്ല, ചെറിയ ജീവല്ലേ ഇത്. നമുക്കെന്തായാലും ഇതിനെ പിടിച്ചു നോക്കാം. നമുക്ക് ലെവൽ 30. നമുക്ക് വൈകാണ്ട് ഇതിനൊക്കെ പിടിക്കാൻ നോക്കാം എങ്ങനെയെങ്കിലൊക്കെ. നമുക്ക് ഇതാ വേറൊരു മെഗ്ഗ്. കടിക്കട്ടെ, മെഗ്ഗിനെ കടിക്കട്ടെ. ലെവല് 40 ലെവല് മെഗ്ഗ്. ഇതൊക്കെ ഇപ്പം തീരും, 2 കടിക്ക് തീരും. ഇതൊക്കെ കടി കൊള്ളുന്നില്ല ഇതിന്. കഴിഞ്ഞ് 2-3 കടിയും കൂടെ. ഇത് വേറെ ഇങ്ങനെ വരുന്ന കൊണ്ട് വേറെ നമ്മുടെ ഇതിനാണ് കടി കൊള്ളുന്ന, ഡോൾഫിനിട്ടാണ് കടി കൊള്ളുന്നത്. കഴിഞ്ഞ് ഈ മെഗും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. നമ്മളങ്ങനെ നമ്മുടെ മെഗിനെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ കുറച്ച് നാളത്തേക്ക് ഇനി വെള്ളത്തിൻ്റെ അടിയുള്ള ചെറിയ ചെറിയ ജീവികളെയൊക്കെ നമുക്ക് ടീമാക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ ഗൈസ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക. 15 ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഇനിയും അടിപൊളി ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.